ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് പിന്നെയും സ്വാഗതം. കുളിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവിചാരിതമായ ഒരു കോൾ എനിക്ക് വന്നത്. ബില്ലിയാർഡ്സ് കളിക്കാൻ വരുന്നുണ്ടോയെന്ന് ഞാനൊന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ആണ്ടിൽ സംക്രാന്തിക്കൊക്കെയാണ് ഞങ്ങളുടെ കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഞാനേ ഓടട്ടെ, ട്രാം വരണോ അങ്ങാടി പറഞ്ഞിന്ന് ഓടിക്കോണം. അതങ്ങനെയാണ് എപ്പോഴും. അപ്പം ശരി, ഓടിക്കതച്ച് ട്രാം കിട്ടിയിട്ടാ. ട്രാമിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വല്ല കാലത്താണ് ഞാൻ കൂടുതൽ. അപ്പോൾ അത് ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ മുഴുവൻ. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നിങ്ങളൊക്കെ വിദേശത്ത് പഠിക്കുമ്പോൾ മനസ്സിലാവും കൂട്ടുകാർ എങ്ങനെയൊക്കെ പഠിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല കൂട്ടുകാർ നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടും. ഇപ്പം എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നുള്ളത് പോലെ അവരിപ്പോൾ എന്നോട് വർഷങ്ങളായിട്ടുള്ളവരാണ്, സെറ്റാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുള്ളൂ. അത് എല്ലാ ദിവസവും വിളിച്ച് സംസാരമില്ല, എല്ലാ ദിവസവും വിളിച്ച് കാര്യന്വേഷണം ഒന്നുമില്ല. ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു 3 തവണയൊക്കെ കാണും. ആ 3 തവണ നമ്മളിങ്ങോട്ട് അടിച്ച് പൊളിച്ച് എല്ലാം മറന്നങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊളിക്കും. അത് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മളെന്തെങ്കിലും ഗെയിമോ അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ കൂടി ഫുഡ് ഉണ്ടാക്കലോ അങ്ങനെ എന്തെങ്കിലും. ഇന്നിപ്പോൾ നമ്മൾ സ്ഥിരം പോണ ബില്ലിയാർഡ്സിൽ പോകുന്നു, പന്ത് കുറേ നേരം ഇങ്ങോട്ട് തട്ടുന്നു. പണ്ട് ഞങ്ങൾ ക്യാരംസ് കളിക്കുന്ന പോലെ കളിച്ചത്. ഇപ്പം പ്രൊഫഷണലായി കാണിച്ചുതരാം. കുറച്ച് ക്ലിപ്സ് അവിടുത്തെ ഇടയ്ക്കൊക്കെ ആയിട്ട് കാണിച്ചുതരാം ഞങ്ങൾ കളിക്കുമ്പോൾ. അപ്പം എന്തായാലും പോകട്ടെ. ക്രിസ്മസ് ആയതിൻ്റെ ഏറ്റവും വലിയ സൂചന എന്താണെന്ന്, ഈ വൈകുന്നേരം ഇപ്പോൾ വെക്കേഷനോട് മൊത്തത്തിൽ തുടങ്ങി. ഈ ട്രാവൽ ഒരു മനുഷ്യ ജീവിതം ആകെ ഉണ്ടായതൊരു അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമുണ്ട് ഈ ഫുൾ ട്രാവലുണ്ട്. ഈ ഒരു പീസിലും ഒരു മനുഷ്യജീവി ഇല്ല. അതാണ് ക്രിസ്മസ് ആയാലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഞാൻ ആരെങ്കിലും കയറുമെന്ന് വെച്ചിട്ടാണ് ബാക്കിൽ വന്നിരുന്നത്. ഒരു സ്റ്റോപ്പിൽ ഒരു മനുഷ്യജീവി ഇല്ല. ഓക്കെ, കാലി ഞാൻ മാത്രം ഓടി നടക്കും. എനിക്ക് വേണ്ടി ഓടുന്ന എൻ്റെ പ്രൈവറ്റ് ട്രാമിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്നവൻ തന്നെ റോബി ചേട്ടൻ. അപ്പോൾ റോബി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോബി അവിടെയുണ്ട്, ചില്ലടിക്കുന്നു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവൻ ജിമ്മിലൊക്കെ പോയി മസിൽ കയറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അവൻ എങ്ങനെയാണ് ഇതിന് വീഡിയോയിൽ വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കൽ പിന്നെയും തുടങ്ങിയിട്ടുണ്ടെന്ന്. കാരണം അവനാണ് അവൻ്റെ വീട്ടിൽ വെച്ചാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അവസാനിപ്പിച്ച അവൻ്റെ വീട്ടിലല്ല, പക്ഷേ പിന്നെയും തുടങ്ങി. മൂന്നാമത്തെ വീഡിയോയിൽ അവൻ വരുന്നു എന്ന് പറയുന്നതും സന്തോഷമുള്ള കാര്യമല്ലേ. വരുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും പോകാം. അപ്പോൾ നല്ല കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. റിലേഷൻ, അതായത് കൂട്ടുകാരാവട്ടെ വേറെ എന്ത് റിലേഷനാവട്ടെ, ടോക്സിക് ആയിട്ട് തോന്നിയാൽ ആ നിമിഷം തന്നെ കണ്ടിച്ചളങ്ങേക്കണം. കാരണം അത് ജീവന് തന്നെ ഹാനികരമാകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ ഞാൻ നിർത്തുന്നു. ഒച്ച ബഹളവും കൂടി വരുന്നത് കൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ ബില്ലിയാർഡിലെത്തി. സ്ഥിരം ഉള്ള തെണ്ടിയുടെ കൂടെ കളിയും തുടങ്ങി. കളി തുടങ്ങുന്നത് പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ ഞങ്ങൾ മൊത്തം പ്രൊഫഷണൽ കളിയാണ്. പണ്ട് ക്യാരംസ് പോലെ ബ്ലാക്കിൽ 2 പോയിന്റ്, ബാക്കി തട്ടൽ പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം കളി മാറി, കളിയുടെ രൂപം മാറി, എല്ലാം മാറി. മൊത്തം വെക്കുന്നു, സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മളിവിടെ നിന്ന് മാറിയിട്ട് നീ ഇപ്പുറ സൈഡിലേക്ക് വാ, ഞാൻ തട്ടലും കൂടി കഴിഞ്ഞിട്ട് നീ നിർത്തിക്കോ. നേരെ ഇങ്ങോട്ട് വരെ, ഞാൻ അങ്ങോട്ട് വരും. നേരെ അങ്ങോട്ട് വെക്കുക. എൻ്റെ തട്ടൽ കിങ് അങ്ങോട്ടേക്ക് ഓടാ. ഞാൻ തട്ടട്ടെ, തട്ടിയിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അതിപ്പോൾ തട്ടണം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതേ ആംഗിൾ അവിടെ ഒന്നും നോക്കണ്ട. ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക, എയിം ചെയ്യുക. തെണ്ടി ഇല്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് അടിച്ചു തരാം. നമ്മൾ എയിം ചെയ്യാറോട്ടെ. ഇങ്ങനെ എയിം ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങനെയല്ലടാ, പ്രോയായിട്ട് ഞങ്ങൾ കളിക്കുന്നതാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി കളിക്കാം. ഇന്നലത്തെ കുന്തളിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തി. അത് കഴിഞ്ഞൊരു ഉറക്കം കൂടെ ഉറങ്ങി. അയ്യോ ഇവിടുത്തെ ഇപ്പോഴെണീക്കട. ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യണം എന്നൊന്നും എനിക്കില്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 8-10 ദിവസം ജോലിക്ക് പോയിട്ട് പിന്നെ ഒരു ദിവസം മുടക്കിട്ടി കഴിഞ്ഞാൽ, അത് ക്രിസ്മസ് ആയാലും ശരി, എന്താ ആഘോഷമായാലും ശരി, പരമാവധി നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമുക്കൊരു ഏറ്റവും സേഫ് ആയിട്ടിരിക്കുന്ന, നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സ്പേസ്, അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ക്രിസ്മസ് ആകെ വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് സെൻറ്ററിലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, പിന്നെ ഞാൻ നിങ്ങളെ രാത്രിയിലത്തെ ക്രിസ്മസ് മാർക്കറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി കാണിച്ചു തരണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ ഈ കട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഈ ജയിലിൽ പെട്ട് കിടക്കുകയാണ്. നോക്കട്ടെ, പറ്റിയാൽ പോവാം, പറ്റിയില്ലെങ്കിലും പോകാം, എങ്ങനെയെങ്കിലും പോകാം. വലിച്ചഴച്ചിട്ടായാലും ഞാൻ എന്നെ കൊണ്ടുപോക്കോളാം, നിങ്ങളെ മാർക്കറ്റും കാണിച്ചു തരാം. അപ്പോൾ അത്രയൊക്കെ തന്നെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇനി അത് പറഞ്ഞില്ല, അത് വേണ്ട.
കറി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കുരുമുളക് പൊടിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ സബ്സെ ശുദ്ധ കുരുമുളക് ഉണ്ട്. പൊടിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടില്ലേ പൊടിച്ചെടുത്തത്. അതായത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ നല്ല കിഡിലൻ കുരുമുളക്, സബ്സെ ശുദ്ധ കുരുമുളക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വീട്ടിലെ പറമ്പിൽ നിന്ന് കുറച്ച് കുരുമുളക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറിച്ചത്. ഇങ്ങനത്തെ കുരുമുളക്, മറ്റേ കുരുമുളകിൻ്റെ ബോളായിട്ടുള്ള സ്റ്റേപ്പില്ലേ, അത് പൗഡറല്ല, അതിങ്ങനെ കുറച്ചെടുത്തതേ. ഇതിനകത്തേക്ക് ആവശ്യത്തിന് അങ്ങോട്ട് ഇടാം, ആവശ്യത്തിന് ഇടാം. ഇതിൻ്റെ ഒച്ചയാണ് സഹിക്കാൻ പറ്റാത്ത. പൊടിച്ചെടുക്കുക, 1 മാസത്തേക്കുള്ള കുരുമുളക് പൊടി റെഡി. ഇവിടെ നിന്നുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിക്കാം. പക്ഷേ കുറേ ക്വാണ്ടിറ്റിയിൽ ഇടേണ്ടി വരും. ചാത്തപ്പനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നല്ല എ ഗ്രേഡ് സാധനം. നാട്ടിൽ നിന്ന് വരുമ്പോൾ മസാലാസ് കൊണ്ടുവരുന്നതിൽ കുരുമുളക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പൊടിയായാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, രണ്ടും കണക്കാണ്. ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പോൾ കേൾപ്പിച്ചുതരാം. പച്ച ഇതങ്ങോട്ട് പൊടിക്കുന്നു, പകർത്തുന്നു, എന്നിട്ട് 1 മാസത്തേക്കുള്ളത്. അതായത് ഇങ്ങനത്തെ ഒരു ചെപ്പാണ് എൻ്റെ 1 മാസത്തെ കണക്ക്. ഇതിപ്പോൾ എന്തിനു ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസ് അല്ലേ, ഒരു പോത്തോ പോർക്കോ എന്തെങ്കിലും വേണ്ടേ. പോത്ത് മേടിക്കാൻ പറ്റിയില്ല, പകരം പോർക്കുണ്ട്. അപ്പോൾ ഇവനൊക്കെ മാരിനേറ്റ് ചെയ്യണം, കറി ഉണ്ടാക്കണം നാളത്തേക്ക്. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച്, വൈൻ. അത് പൊട്ടിക്കണം, ദേ ഇരിക്കണം. അപ്പം ശരി, എന്തായാലും ഉണ്ടാക്കി തീർക്കട്ടെ. നിങ്ങളെ ക്രിസ്മസ് മാർക്കറ്റ് കാണിക്കണമെന്നായിരുന്നു എൻ്റെ അതിയായ ആഗ്രഹം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ. കഴിഞ്ഞ വർഷം 25-ാം തീയതി ഞാൻ വന്നപ്പോൾ കടകളൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 24-ാം തീയതി വൈകുന്നേരം കടകളൊക്കെ തുറന്നുറക്കായിരിക്കുമെന്നാണ്. പക്ഷേ 24-ാം തീയതി കടകളൊക്കെ തുറന്ന് കിടക്കുന്നതല്ല, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഒരു കട പോലും തുറന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ അറിയിക്കുന്നു. 25 കഴിഞ്ഞ് 26-ാം തീയതി നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ 26-ാം തീയതി ഞാൻ കാണിച്ചു തരാം. എന്തായാലും ക്രിസ്മസ് ട്രീ കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ പരിപാടിയും കൂടി അവസാനിപ്പിക്കാം. എന്തെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. കടകൾ തുറന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല, എല്ലാം അടച്ചടക്കുകയാണ്. എല്ലാ കടകളും എല്ലാം അടച്ചിട്ടിരിക്കുന്നു. പക്ഷെ ക്രിസ്മസ് ട്രീ കാണിക്കാം എന്നുള്ളൊരു കാര്യമുണ്ട്. ക്രിസ്മസ് ട്രീ ഈ ക്രിസ്മസ് ട്രീക്ക് 1 മില്യൺ സ്ലോട്ടിയാണ് മരം പൊട്ടിച്ചേക്കണേ എന്നുള്ള സംഭവം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ഒരു മരം വെട്ടി കുറേ ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്നു. 1 മില്യൺ സ്ലോട്ടിയോ? അത് ഞാൻ വായിച്ചതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ. എനിക്കറിയാൻ പാടില്ല സത്യമാണോ നോണയാണോ എന്ന്. ഇവിടെയും കൈയിട്ടുവാറിലുണ്ടെന്ന് തോന്നുന്നു സർക്കാർ. ബാക്കി കടകളൊക്കെ അടച്ചു കിടക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് സ്കൂട്ടാവാം, തിരിച്ച് വീട്ടിൽ പോവാം. പ്രത്യേകിച്ച് കടകളോ കാര്യങ്ങളോ ഒന്നും നഹി.